ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഐറൂസ് വേൾഡ്. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഞാൻ വെള്ളരിക്കയായിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. എന്തായിരിക്കും എന്നല്ലേ നിങ്ങളും വിചാരിക്കുന്നത്? വേറെ ഒന്നുമല്ല കേട്ടോ, നമ്മൾ കിച്ചടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് നമ്മൾ ഇൻഗ്രീഡിയൻസ് ഇതൊക്കെയാണ് വേണ്ടത്. നമുക്ക് നല്ല നാടൻ തൈര് കിട്ടിയിട്ടുണ്ട്. അത് നമ്മുടെ പാല് വാങ്ങിക്കുന്ന വീട്ടിലെ താത്ത തന്നെ തന്നതാണ്. നല്ല നാടൻ തൈരാണ് കേട്ടോ, മായൊന്നും ചേരാത്ത നല്ല കട്ട തൈരാണ്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമുക്ക് നല്ലൊരു കിച്ചടി ഉണ്ടാക്കിയാലോ. അതിനായിട്ട് നമ്മുടെ വെള്ളരിക്ക കഴുകി വൃത്തിയാക്കി ഞാൻ തൊലി കളഞ്ഞെടുക്കുന്നുണ്ട്. കടുവറുക്കാനായിട്ടുള്ള ഉള്ളിയാണ് കേട്ടോ ഞാൻ അരിഞ്ഞ് വെച്ചേക്കുന്നത്. ഇനി നമ്മളൊരു പാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമ്മുടെ വെള്ളരിക്കയും കുറച്ച് വെള്ളവും ചേർത്ത് ഉപ്പും ഇട്ട് ഇളക്കി നമ്മൾ അടച്ച് വെക്കുകയാണ് കേട്ടോ. ആ ടൈം കൊണ്ട് നമുക്ക് തേങ്ങ തിരികിയത് നമ്മുടെ ഒരു ജാറിലേക്ക് ഇട്ട് തേങ്ങ പച്ചമുളക് കൂടെ ഇട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആ കട്ട തൈരാണ് നമ്മൾ ചേർക്കുന്നത്. കുറേശ്ശെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ വെള്ളരിക്കയിലെ വെള്ളം എല്ലാം വറ്റിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മുടെ അരച്ച് വെച്ചിട്ടുള്ള അരപ്പങ്ങ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. പിന്നെ പാകത്തിന് ഉപ്പുണ്ടോയെന്ന് നോക്കിയിട്ട് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഞാൻ കുറച്ച് ഉപ്പ് കൂടി ഇടുന്നുണ്ട്. ഒരുപാട് തിളയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ, നമ്മൾ ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി. ഇനി നമുക്കൊരു പാൻ വെച്ച് അതിലേക്ക് എണ്ണ ഒഴിക്കാം. കടുവറുക്കാനാണ് കേട്ടോ. തിളച്ച എണ്ണയിലേക്ക് നമ്മൾ കടുക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി കറിവേപ്പില, അതുപോലെ തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള കൊച്ചുള്ളി ഇതൊക്കെ ഇട്ട് നന്നായി ഇളക്കി കൊടുക്കുക. നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നേരത്തെ തയ്യാറാക്കി വെച്ച കിച്ചടിയിലേക്ക് നമ്മൾ കടു താളിച്ചതും കൂടി ചേർക്കുന്നു. കൂടാതെ നമ്മൾ കടു പൊടിച്ചതും കൂടി നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യുന്നു. എന്നിട്ട് നമുക്ക് ഒരു മൂടി വെച്ച് നമുക്ക് അടച്ചു കൊടുക്കാം. ഒരു 5 മിനിറ്റിന് ശേഷം നമ്മൾ തുറന്നാൽ മതിയാവും. ഒരു 5 മിനിറ്റിന് ശേഷം നമ്മൾ തുറന്നപ്പോൾ ഇതാണ് അവസ്ഥ. എൻ്റെ അമ്മോ, നമുക്ക് നന്നായിട്ട് ഇതെല്ലാം കൂടി യോജിപ്പിച്ച് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി എല്ലായിടവും യോജിപ്പിച്ച് കൊടുക്കാം. നന്നായി യോജിപ്പിച്ച ശേഷം നമുക്കൊരു ബൗളിലോട്ട് മാറ്റാം. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റും ചെയ്യണേ. താങ്ക്